ഹായ്. അപ്പോൾ ഞാനൊരു ഓൺ വോയിസ് വന്നത്, ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകണം. പിന്നെ കമൻറ്റ് ബോക്സ് ഓണാക്കി ഇട്ടിരിക്കുമ്പോൾ എന്തായാലും കമൻറ്റ് ഇടാൻ തോന്നും. നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ഇടാൻ തോന്നും. കുഴപ്പമില്ല, ഇട്ടോ എന്നും പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കത്തില്ല, ഞാൻ അതിന് പ്രതികരിക്കും. പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ ഞാനങ്ങ് സ്ക്രോൾ ചെയ്ത് പോവും, അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കി കളയും, ബ്ലോക്ക് ചെയ്യും. പിന്നെ ബ്ലോക്ക് ചെയ്ത് പോവാൻ പറയുന്നവർ ബ്ലോക്ക് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ചാർജ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ ഫോണിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത് ഇട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല ഒരാൾ വീഡിയോ ഇടുന്നത്. അതിഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തിനായാലും എനിക്ക് ലൈക്ക് അടിക്കും. എനിക്ക് ലൈക്കൊന്നും വേണമെന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ സമയം പോകാനായിട്ട്, സത്യം പറഞ്ഞാൽ എൻ്റെ നേരം പോക്കിന് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ ഫേമസ് ആവാനോ അല്ലെങ്കിൽ സിനിമയിൽ കയറാനോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നത് ആൽബത്തിൽ അഭിനയിക്കാനായാലും സിനിമയിൽ അഭിനയിക്കാനായാലും കൊച്ചു സീരിയലിൽ അഭിനയിക്കാനായാലും എനിക്ക് അവസരങ്ങൾ വന്നതാണ്. പക്ഷേ എനിക്കതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനെ താല്പര്യമുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിലല്ല ഞാൻ പോകുന്നത്. ഞാൻ സമയം പോകാൻ വേണ്ടി ജസ്റ്റ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ റീൽസുകൾ ചെയ്യുന്നത്. അതിലിപ്പോൾ വ്യൂസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നോ പ്രോബ്ലം. കാരണം ഇൻസ്റ്റാഗ്രാം അല്ല എനിക്ക് ചിലവിന് തരുന്നത്. ഞാനൊരു അഹങ്കാരത്തോടെ പറയുന്നതല്ല. ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്ത് എനിക്ക് 2 ജോലികൾ അറിയാം. ഒന്ന് സ്റ്റിച്ചിങ്ങും, ഒന്ന് സർട്ടിഫൈഡ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഒരു ബ്യൂട്ടീഷ്യൻ. അപ്പോൾ എനിക്ക് പാർലറും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഫേമസ് ആയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നെഗറ്റീവ് കമൻറ്റുകൾ കേട്ടെന്നും പറഞ്ഞ് ഞാനത് ചിലപ്പോൾ ഡിലീറ്റ് ആക്കി കളയും, ബ്ലോക്ക് ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ എൻ്റെ അടുത്ത് ബ്ലോക്ക് പറയാൻ മറ്റുള്ളവരുടെ അടുത്ത് ബ്ലോക്ക് ചെയ്ത് പോ എന്ന് പറയാൻ, അല്ലെങ്കിൽ പോടി, ഞാൻ പോടി എന്നാണ് എനിക്ക് കമൻറ്റ് ബോക്സിൽ കിട്ടിയത്, ഒന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് എൻ്റെ നാട്ടിൽ തന്നെ ഉള്ളവരുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ എൻ്റെ നാട്ടുകാർ തന്നെ ഉണ്ട്. എനിക്കതിലൊന്നും പ്രശ്നമില്ല. എൻ്റെ നാട്ടുകാരല്ല എനിക്ക് ചിലവിന് തരുന്നത്. നാട്ടുകാർ അല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞാൽ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയില്ല. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ സ്വഭാവം മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ അടുത്ത് ഞാൻ നന്ദി പറയാണ്. കാരണം എൻ്റെ നാട്ടുകാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എന്നെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. എനിക്കിപ്പോൾ പറയാനുള്ളത്, എൻ്റെ കമൻറ്റ് ബോക്സ് വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിന് കുഴപ്പമില്ല. ഞാൻ കമൻറ്റ് ബോക്സ് ഓണാക്കി ഇട്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. കുഴപ്പമില്ല, ഇട്ടോ. പക്ഷേ എന്നും പറഞ്ഞ് ഞാൻ പ്രതികരിക്കാതിരിക്കത്തില്ല, ഞാൻ പ്രതികരിക്കും. ഇതിപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നതുകൊണ്ട് ഞാനിത് ഇങ്ങനൊരു ഓൺ വോയിസ് ചെയ്യുന്നതാണ്, അല്ലാത്തതുകൊണ്ടല്ല. പിന്നെ ഒരുപാട് പേരുടെ ഒരു തെറ്റിദ്ധാരണയാണ് എനിക്ക് ജാടയാണ് അല്ലെങ്കിൽ എനിക്ക് അഹങ്കാരമാണ്. എനിക്ക് ജാടയോ അഹങ്കാരമോ ഒന്നുമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്തിനായാലും ഞാൻ എങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലാവും. അത്രേ എനിക്ക് പറയാവുള്ളൂ. പിന്നെ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചിട്ട് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്കും കുറ്റം പറയുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് നേരെ പോകും. എൻ്റെ അടുത്ത് ഒരാൾ എങ്ങനെയാണോ അതേപോലെ ആണ് ഞാനും പെരുമാറുന്നത്. പിന്നെ ഞാൻ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊന്നും പറയാറില്ല. കൂടെ നിന്നിട്ട് എനിക്കും എൻ്റെ മൈൻഡിൽ തോന്നുന്ന കാര്യം അപ്പോൾ ഞാൻ പ്രതികരിക്കും. അതിപ്പോൾ ഇഷ്ടപ്പെട്ടാലും ശരി തന്നെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി തന്നെ. പക്ഷേ അത് ചിലപ്പോൾ എൻ്റെ ഒരു തെറ്റായിരിക്കും, എന്നിലുള്ളൊരു തെറ്റായിരിക്കും. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക എന്നതാണ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം
എപ്പോഴും സംസാരം നല്ലതായിരിക്കണം, സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിരിക്കണം, മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴെന്തിനാണ് തോന്നുന്നത് അപ്പോഴങ്ങ് പറയും. അല്ലാതെ അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ നിൽക്കത്തില്ല, അല്ലെങ്കിൽ അവരെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ കുറ്റം പറയാൻ നിൽക്കത്തില്ല. എനിക്ക് ആ സ്വഭാവമില്ല. പിന്നെ ഞാൻ ആരെ ഉപദ്രവിക്കുന്നില്ല. ഞാൻ ആരുടെ തൊഴിലിലോ ആരുടെ കുടുംബത്തിലോ ആരുടെ ഒരു കാര്യത്തിലോ ഞാൻ ഇടപെട്ട് ഞാൻ അവിടെ കുരുത്തിരുമ്പോ ഒന്നും ഉണ്ടാക്കി വയ്ക്കുന്നില്ല. എന്നെ ഉപദ്രവിക്കാൻ ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്നും അങ്ങനെയില്ല. എല്ലാവരും നന്നായിട്ട് ഇരിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ കാണാൻ ഒരാൾക്ക് നല്ലത് വരണമെന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാൻ വന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രതികരണ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്താണ്, പിന്നെ എന്നെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. അല്ലാതെ ഞാൻ വലിയ ജാടക്കാരിയോ അഹങ്കാരിയോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ ഉപദ്രവിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നതൊക്കെ പ്രതികരിക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കർമ്മ എന്നൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിലും പ്രശ്നമില്ല. ഇത്രയേ ഉള്ളൂ.